ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരുടെ ഫേസിൽ എപ്പോഴും ഒരു ഡൾനെസ് ആയിരിക്കും. അതായത് ഒരു സന്തോഷം ഉണ്ടാവില്ല. ചിരിച്ചിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ടെന്ന് തോന്നും അവരുടെ മുഖം കണ്ടായിട്ടുണ്ടെങ്കിൽ. ആരോടും അധികം ഓപ്പണായി സംസാരിക്കില്ല. എന്താ പറയുക, എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ യെസ് ഓർണോ. ഞാൻ പറയാൻ വന്ന എന്താണെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ അതിനൊക്കെ നമ്മൾ പുഞ്ചിരിച്ച മുഖത്തോട് വേണം നേരിടാനായിട്ട്. ചിലർ ചിന്തിക്കും, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, മറ്റുള്ളവർക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ടല്ലോ, എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെയായി നമ്മൾ ചിന്തിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ജീവിതത്തിൽ ടെൻഷൻസും പ്രോബ്ലങ്ങളും വിഷമങ്ങളൊക്കെ നമുക്ക് മാത്രമല്ല എല്ലാവരുടെ ജീവിതത്തിലുണ്ട് പ്രോബ്ലംസ്. പക്ഷെ അത് നമ്മളെങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും അല്ലേ. നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ അത് ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. എപ്പോഴും എല്ലാത്തിനെയും പുഞ്ചിരിച്ച മുഖത്തോടു കൂടി തന്നെ കാണാം. ജീവിതത്തിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷം ഉണ്ടാവട്ടെ. നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ട നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് അവർക്ക് വളരെ ഫീലിങ്സും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നേരെ മറിച്ച് പ്രസന്നവദനായിട്ട് അല്ലെങ്കിൽ പ്രസന്നവദനയായിട്ട് ഇടപെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചുറ്റുള്ള എല്ലാ ആൾക്കാരിലേക്കും അത് പകരും അല്ലേ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കൂ. നമുക്ക് ചുറ്റുമുള്ളവരെയും ഹാപ്പി ആക്കി ഇരുത്താൻ ശ്രമിക്കൂ. ചിരിക്കൂ, ചിരിച്ചുകൊണ്ടേയിരിക്കൂ. ചിരിച്ചാൽ ആരോഗ്യം കൂടുന്നാണ് പഴമക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പിശുക്കും കാണിക്കേണ്ട. വിഷമങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് നീക്കി വയ്ക്കുക. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ ഹാപ്പി ആയിരിക്കും എന്ന് തീരുമാനിക്കും. കൈവിട്ടു പോയതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ ഒരു ചെറിയ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റും.